ഹൈക്കോടതി വിധിച്ചിട്ടും സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ബസ് സർവീസുകൾ നിർത്തിവെക്കുന്നതുൾപ്പെടെയുള്ള പ്രക്ഷോഭ സമരങ്ങൾക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആ ബസ്സുകൾ സ്വകാര്യ വ്യക്തികൾക്ക് നൽകിയാൽ കെഎസ്ആർടിസി നഷ്ടം സഹിക്കേണ്ടി വരുമെന്നാണ് അവരുടെ വാദം. അവിടെ നമ്മൾ ഈ 2013 ഇവർ ഏറ്റെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളൊക്കെ പത്രത്തിൽ റിപ്പോർട്ട് കൊടുക്കുന്നതാണല്ലോ. അന്നൊക്കെ ഓരോ വർഷം കെഎസ്ആർടിസിക്ക് ബഡ്ജറ്റിൽ 200, 300, 400 കോടി രൂപയായിരുന്നു സർക്കാർ ബഡ്ജറ്റിൽ നൽകിയിരുന്നത്. അതേസമയം ഇപ്രാവശ്യം നിങ്ങൾക്കറിയാം 2024-25 ബഡ്ജറ്റിൽ 900 കോടി രൂപയാണ് വകയിരുത്തിയത്. അതിപ്പോൾ മിഞ്ഞാൻ തന്നെ ധനകാര്യമന്ത്രിന്റെ ഒരു പത്ര റിപ്പോർട്ട് ഉണ്ടായിരുന്നു. 2 പത്രങ്ങളൊക്കെയാണ് അത് കണ്ടു ചെയ്തത്. ഈ 900 കോടി രൂപ ഈ 2024-25 ബഡ്ജറ്റിൽ വകയിരുത്തിയത് 600 കോടി രൂപ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. സാധാരണ ഈ ബഡ്ജറ്റിൽ വകയിരുത്തുന്നതിന് പുറമെ ഇവർക്ക് ശമ്പളം കൊടുക്കാനില്ലാത്തപ്പോൾ കോടതി ഇടപെട്ടിട്ടും മറ്റു കാര്യങ്ങളൊക്കെ അതിന്റെ പുറമുള്ള തുക തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അന്ന് ഇത് ഏറ്റെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം 5000-ലധികം സർവീസുകൾ കെഎസ്ആർടിസി നടത്തിയിരുന്നു. എന്നാൽ ഇപ്പൊ കെഎസ്ആർടിസി 4000 താഴെ സർവീസേ നടത്തുന്നുള്ളൂ. ഈ 4000 സർവീസ് നടത്തുന്നതിന് 900 കോടി രൂപ ബഡ്ജറ്റിലൂടെയും അനേകം കോടി രൂപ അത് കൂടാതെ 140 കിലോമീറ്ററിൽ കൂടുതൽ ദൈർഘ്യമുള്ള ബസ് റൂട്ടുകളും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് പെർമിറ്റുകളും സ്വകാര്യ ബസ്സുകൾക്ക് നൽകേണ്ടതില്ല എന്ന സർക്കാർ വിജ്ഞാപനം കേരള ഹൈക്കോടതി റദ്ദാക്കിയിട്ടും വർഷങ്ങളായി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകാത്തത് പ്രതിഷേധാർഹവും ഹൈക്കോടതി വിധിയുടെ ലംഘനവുമാണ്. കേരള ഹൈക്കോടതി 2024 നവംബർ 6-ാം തീയതി വിജ്ഞാപനം റദ്ദാക്കിക്കൊണ്ടുള്ള വിധി പുറപ്പെടുവിച്ചത്. എന്നാൽ പെർമിറ്റുകൾ അനുവദിച്ചാൽ കെഎസ്ആർടിസിക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്ന തെറ്റായ കാരണം പറഞ്ഞാണ് ഗതാഗത വകുപ്പ് പെർമിറ്റുകൾ പുതുക്കി നൽകാതിരിക്കുന്നത്. 243 ബസ് റൂട്ടുകളിൽ ഭൂരിഭാഗവും സറണ്ടർ ചെയ്യുകയോ പെർമിറ്റ് പുതുക്കാൻ കഴിയാതെ നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഇത് വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന യാത്രാ സൗകര്യം നഷ്ടപ്പെടുത്തുന്നു. ബസ്സുകളിലെ തൊഴിലാളികൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന തൊഴിലും നഷ്ടപ്പെടുന്നതാണ്. കൂടാതെ കിട്ടാവുന്നതോളം എല്ലാം കടം വാങ്ങി ബസ് സർവീസ് നടത്തുന്ന ബസ് ഉടമകൾ ലോൺ അടക്കാൻ പോലും കഴിയാതെ കടക്കണിയിൽപ്പെട്ട് ആത്മഹത്യയുടെ വക്കീലാണ്. സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകുന്നതിനും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ പെർമിറ്റുകൾ അതേ കാറ്റഗറിയിൽ പുതുക്കി നൽകുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ ആർടിഒമാർക്ക് നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും അല്ലാത്ത പക്ഷം ബസ് സർവീസുകൾ നിർത്തിവെക്കുന്നതുൾപ്പെടെയുള്ള പ്രക്ഷോഭ സമരങ്ങൾക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ തയ്യാറാകുമെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹംസ ഏരിക്കുന്നൻ, കെ സത്യൻ, പക്കീഷ കുഞ്ഞിപ്പ, പാസ്മാനു എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അപ്ഗ്രേഡ് ആകാൻ മലപ്പുറം ജിമാർട്ട് അപ്ഗ്രേഡ് ഓഫർ. നിങ്ങളുടെ പഴയ ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും ഏറ്റവും പുതിയതിലേക്ക് മാറ്റാം. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ മികച്ച ഓഫറുകളോടെ പഴയ സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററിൽ നിന്നും പുത്തൻ ഡബിൾ ഡോർ റെഫ്രിജറേറ്ററിലേക്ക് മാറൂ. 40% വരെ ഡിസ്കൗണ്ടോടെ. വാഷിംഗ് മെഷീൻ പഴയത് മാറ്റി പുതുപുത്തൻ വാങ്ങിക്കാം. 50% വരെ ഡിസ്കൗണ്ടോടെ. പഴയ ടിവി മാറ്റി പുതിയ വലിയ ടിവി സ്വന്തമാക്കൂ. 70% വരെ ഡിസ്കൗണ്ടോടെ. ഇപ്പോൾ തന്നെ അടുത്തുള്ള ഗോപു നന്ദിര ജിമാർട്ട് ഷോറൂം സന്ദർശിക്കൂ.